നമസ്കാരം ഫ്രണ്ട്സ്, നമസ്കാരം ABCD. ഓലയുടെ ഫ്രണ്ട് കവർ നമ്മൾ അഴിക്കാൻ പോവുകയാണ് ഇന്ന്. ഫ്രണ്ട് കവറിൻ്റെ ഉള്ളിൽ എന്തൊക്കെയെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് തന്നെ ഈ സ്പീക്കർ കവർ നമ്മളൊന്ന് അഴിച്ചു മാറ്റി കൈകൊണ്ട് വലിച്ചാൽ മതിയാവും, നമുക്കത് പോരും. ജസ്റ്റ് ഒരു ബീഡിങ് മാത്രമേ ഉള്ളൂ. അത് ലെഫ്റ്റ് റൈറ്റ് അത് അഴിക്കുക. അതിൻ്റെ താഴെ നമുക്ക് ധാരാളം സ്ക്രൂ കാണാം. ഈ സ്ക്രൂ ഒന്നിനെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, നമുക്ക് 4 സ്ക്രൂ അഴിച്ചാൽ മതിയാവും. ഒന്ന് മുകളിലും ഒന്ന് താഴത്തുമായിട്ട് അങ്ങനെ 3 mm അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുള്ള 4 സ്ക്രൂസ് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രണ്ട് കവർ ഓപ്പണിങ് കിട്ടും. ഇതാണ് ആ കാണുന്ന 4 സ്ക്രൂസ്. അതിനുശേഷം നമുക്ക് ഈ നമ്പർ പ്ലേറ്റ് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കവർ ഫ്രണ്ടിലേക്ക് ഊരി കിട്ടുകയും ജസ്റ്റ് കൈ ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊണ്ടിട്ട് ഒന്ന് കവറൊന്ന് അപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുകളിലത്തെ ഹുക്കിൽ നിന്നും നമുക്ക് ഈ കവറൊന്ന് പുറകിലേക്ക് മാറിക്കിട്ടും. അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡിക്കേറ്ററിൻ്റെ 2 ലൈനുകളുണ്ട്. അത് നമ്മൾ ഡിസ്കണക്ട് ചെയ്ത് ഫ്രണ്ട് കവർ മാറ്റി വെക്കുക. LHRH നമ്മൾ നോർമൽ മറ്റുള്ള വണ്ടികൾക്കൊക്കെ പോലെ തന്നെയാണ് ഇതിൻ്റെ വിഷയം. നമുക്ക് കാണാം, ഇത് അതിൻ്റെ ലോക്കാണ്. ആ ലോക്കിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്റ്റർബ് ഉണ്ടെങ്കിൽ നമുക്ക് അലങ്കി ബോൾട്ട്, അത് പിടിപ്പിച്ചിരിക്കുന്ന അലങ്കി ബോൾട്ട് അഴിച്ചു കഴിഞ്ഞാൽ അത് ഫ്രീ ആയിട്ട് നമുക്ക് ഫോർക്ക് മാറി കിട്ടും. ഓട്ടോമാറ്റിക് ലോക്കായി പോകുന്ന ടൈപ്പ് വണ്ടിയാണല്ലോ ഇത്. അതേപോലെ തന്നെ ഹോൺ ഒരിക്കലും നമുക്ക് ഈ വണ്ടിയിൽ വെച്ചിട്ട് ട്യൂൺ ചെയ്യരുത്. അത് EV ആയിക്കോട്ടെ PS6 ആയിക്കോട്ടെ, ആർക്കിംഗ് വന്നാൽ വണ്ടിക്ക് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഒരിക്കലും ട്യൂണിങ് ഒരിക്കലും വണ്ടിയിൽ വെച്ചാവരുത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ ഇത് കോമ്പി സിസ്റ്റമാണ്. കോമ്പി സിസ്റ്റം വന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് അറിയാം, ഈ ഏവിയേറ്ററിനൊക്കെ വന്ന പോലെ തന്നെയുള്ള ഒരു കോമ്പി സിസ്റ്റം ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ ബ്ലീഡിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പാർട്ട്. ഫ്രണ്ടിൽ വരുന്ന VCU, ദ ബ്രെയിൻ ഓഫ് ആൻ ഇലക്ട്രിക്കൽ വെഹിക്കിൾ, അതായത് വെഹിക്കിളിൻ്റെ ബ്രെയിനാണിത്. ഇതിൻ്റെ ഓപ്പറേഷൻ, സ്പീഡ്, ലോഡ്, സ്ലിപ്പിംഗ്, ടെമ്പറേച്ചർ, ബ്രൈറ്റ് ഓപ്പണിംഗ് എക്സെട്ര, സിഗ്നൽ എല്ലാം തന്നെ സെൻസ് ചെയ്ത് കൊണ്ടിട്ട് കമാൻഡിങ് കൊടുക്കുന്നത്, വെഹിക്കിളിന് വേണ്ടി കമാൻഡിങ് കൊടുക്കുന്നത് നമ്മളുടെ VCU ആണ്. ഓക്കെ, അതിൻ്റെ ബ്രെയിൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് നമുക്ക് ചാർജിങ് പോർട്ട്, മൊബൈൽ ചാർജിങ് പോർട്ടാണ്. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ വേണ്ട. ഈ കപ്ലറുകളെല്ലാം നിങ്ങൾ നേരത്തെ ഊരിയിട്ടുള്ള പോലെ തന്നെയുള്ള കപ്ലറുകളാണ്. ഈ വണ്ടിയുടെ വയറിങ് 2 തരം വയറിംഗ് ആണ്. ഒരു അപ്പ് വയറിങ്ങും ഒരു ലോ വയറിങ്ങും, അങ്ങനെ വരുന്ന വയറിംഗ് ആണ്. അപ്പോൾ നമുക്ക് അപ്പ് വയറിങ് ടോപ്പിൽ ഈ സോക്കറ്റിലേക്കും, ലോവർ വയറിങ് ഇതിൻ്റെ താഴത്തെ സോക്കറ്റിലേക്കും കൊടുത്തിരിക്കുന്നു. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു ബഗ് അടിക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് അഴിച്ചിട്ട് ക്ലീനിങ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഈ VCU ഇതിൽ കപ്ലറുകൾ എന്തെങ്കിലും തരത്തിൽ വണ്ടി സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ ഈ VCUയുടെ കപ്ലർ ഊരുക, ക്ലീൻ ചെയ്യുക, സെറ്റ് ചെയ്യുക. രണ്ടാമത് തന്നെ നമ്മളൊരു മൊബൈൽ ഓപ്പൺ ആകുന്നത് പോലെ തന്നെ വണ്ടി ഓപ്പണായി വരാനുള്ള ഒരു സമയം കൊടുത്താൽ മതിയാവും. അപ്പം അങ്ങനെ ഒരു കാര്യം നോക്കി ഫ്രണ്ട് കവർ അഴിക്കുന്നത് ചെയ്യാൻ പറ്റും. ഇതാണ് ഫ്രണ്ട് കവറിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങൾ. ഓക്കെ, നമുക്ക് വണ്ടിയുടെ റിയർ വീൽ ബെയറിംഗ് അല്ലെങ്കിൽ അതിൻ്റെ പാഡുകൾ മാറണം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ABCD.